dears, welcome back to my channel. എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇളുമ്പൻപുളി അച്ചാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. പല നാട്ടിലും പല പേരുകളാണെന്ന് തോന്നുന്നതിന് ചോറിന്റെ കൂടെ ഈ ഒറ്റ ഒരു അച്ചാർ മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനുവേണ്ടി ആദ്യമേ വേണ്ടത് ഇളുമ്പൻപുളിയാണ്. ഇത് ഞാൻ ഉണങ്ങി സൂക്ഷിച്ചിരുന്നതാണ്. ഇന്ന് 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെയാണ് വേണ്ടത്. ബാക്കി പൊടികളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിനൊക്കെ നല്ലെണ്ണ എടുക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും 2 മുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ഓരോന്നായി ചേർക്കാനായിട്ട്. ഞാൻ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് തന്നെ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. പൊടികൾ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇളുമ്പൻപുളി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അച്ചാറിന് അധികം വെള്ളം ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ ഒരു പാകത്തിൽ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പും പഞ്ചസാരയും ഇത്തിരി കൂട്ടിയിടാൻ ശ്രദ്ധിക്കണം. എന്നാലാണ് അച്ചാർ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ഇളുമ്പൻപുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ അച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് തൃപ്തിയോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.